ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഐ എം ഷഫീത. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിലെ കൺസോളിഡേഷൻ എന്ന് പറയുന്ന ഓപ്ഷനെ കുറിച്ചിട്ടാണ്. ഒന്നിൽ കൂടുതൽ ഷീറ്റുകളിലെ ഡാറ്റാസിനെ മറ്റൊരു ഷീറ്റിലേക്ക് ഒരൊറ്റ റിപ്പോർട്ട് ആക്കി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് എക്സലില് കൺസോളിഡേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതൊന്നെങ്കിൽ ടോട്ടൽ കാണാനാവാം, അല്ലെങ്കിൽ ആവറേജ് ആവാം, മാക്സിമം ആവാം, മിനിമം ആവാം, കൗണ്ട് ആവാം. ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും നമുക്ക് കൺസോളിഡേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് എക്സലില് കൺസോളിഡേഷൻ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു 3 ഷീറ്റുകളിലായിട്ടുള്ള ഡാറ്റാസ് ആണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഷീറ്റ് വരുന്നത് ടെസ്റ്റ് 1, അതായത് സ്റ്റുഡൻസിന്റെ മാർക്ക് ലിസ്റ്റ് ആണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ടെക്സ്റ്റ് ആണ് ഇവിടെ നടന്നിട്ടുണ്ടായത്. അതിൽ ഓരോ സബ്ജക്റ്റിലുള്ള മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടെസ്റ്റ് 2 ഉണ്ട്, രണ്ടാമത് നടന്നിട്ടുള്ളതാണ്. മൂന്നാമത് ടെസ്റ്റ് 3 ഉണ്ട്. ഇനി ഇതെല്ലാം കൂടി ടോട്ടൽ ആയിട്ട് നമുക്കൊരു ടോട്ടൽ മാർക്ക് ലിസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ പുതിയൊരു ഷീറ്റ് ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോ ബ്ലാങ്ക് ആണ്. അപ്പൊ ആ 3 ഷീറ്റിലുള്ള മാർക്കുകളുടെ ടോട്ടൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പുതിയ ഷീറ്റിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പറയാൻ പോണത്. അപ്പൊ ഞാൻ ഇവിടെ ഷീറ്റ് ഓപ്പൺ ചെയ്ത് ഇതിൽ ഏതെങ്കിലും ഒരു സെല്ല് നമ്മൾ ഇതാ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഡാറ്റ ടാബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓൾറെഡി ഇത് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. അതിലുണ്ടായിരിക്കും കൺസോളിഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, അത് സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഇവിടെ വരിക. അപ്പൊ അതിൽ തന്നെ ഫസ്റ്റ് ചോദിക്കുന്നത് നമ്മളോട് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ ആണ് കാണേണ്ടത് എങ്കിൽ അവിടെ സം ഫംഗ്ഷൻ ആണ് കൊടുക്കേണ്ടത്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സം ആണ് വന്നിട്ടുള്ളത്. ഇനി ആവറേജോ അല്ലെങ്കിൽ മാക്സിമോ മിനിമോ കൗണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഫംഗ്ഷൻ ഏതാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് സം തന്നെയാണ് വേണ്ടത്. സം കൊടുത്തിട്ടുണ്ട്. ദെൻ റെഫറൻസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലാണ് നമുക്ക് എന്തൊക്കെയാണോ ടോട്ടൽ ആവേണ്ടത് അതെല്ലാം നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ റെഫറൻസിൽ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യം ആഡ് ആവേണ്ടത് ടെസ്റ്റ് 1ലുള്ള സ്റ്റുഡൻസിന്റെ പേരും അതുപോലെ തന്നെ സബ്ജക്ട് മാർക്കുകളാണ് വേണ്ടത്. അപ്പൊ മൊത്തം ഈ ഒരു ഡാറ്റ ഞാൻ മൊത്തം സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് റൈറ്റ് സൈഡിൽ ഉണ്ടാവും ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ആ ഒരു ഫസ്റ്റ് ഷീറ്റിലുള്ള ഡാറ്റാസ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ടെസ്റ്റ് 2 ആണ്, രണ്ടാമത്തെ ഷീറ്റ് ആണ്. അപ്പൊ രണ്ടാമത്തെ ഷീറ്റിൽ വന്നിട്ട് ഞാൻ ഇത് മൊത്തം ഡാറ്റ സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ വീണ്ടും നമുക്ക് ഇവിടെ വന്നിട്ട് ആഡ് കൊടുക്കുക. അടുത്ത് നമുക്ക് വേണ്ടത് മൂന്നാമത്തെ ഷീറ്റ് ആണ്. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് സെലക്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ ആഡ് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇവിടെ 3 ഷീറ്റിലെ ഡാറ്റാസും ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ 3 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാം. ടോപ്പ് റോ, ലെഫ്റ്റ് കോളം, ക്രിയേറ്റ് ലിങ്ക്സ് ടു സോഴ്സ് ഡാറ്റ. ടോപ്പിൽ റോ നിൽക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് വേണം, ലെഫ്റ്റ് കോളം നമുക്ക് വേണം, അതുപോലെ ലിങ്ക് ടു സോഴ്സ് ഡാറ്റ നമുക്ക് വേണം. അപ്പൊ മൊത്തം ഈ ഒരു 3 ഓപ്ഷൻസിൽ നമ്മൾ എന്ത് ചെയ്യാം, ടിക്ക് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പൊ നമ്മുടെ ഡാറ്റാസ് ഇതാ ഇവിടെ ടോട്ടൽ ആയിട്ട് വന്നിട്ടുള്ളത് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ഡാറ്റാസ് എല്ലാം ഇവിടെ ആഡ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള മാറ്റങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഷീറ്റുകളിലൊക്കെ നെയിം എന്ന് പറയുന്ന ഒരു ഹെഡ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഹെഡ് ഇതിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള കളറുകളും കാര്യങ്ങളും അതൊന്നും ഇവിടെ നമുക്ക് ഈ ഒരു ഡാറ്റാസിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഹെഡിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പോയി ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് കളറും കാര്യങ്ങളും ബോർഡർ ഒക്കെ നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ പോയിട്ട് തന്നെ മാറ്റി കൊടുക്കണം. അപ്പൊ ഞാനിതൊരു ടേബിൾ ഫോർമാറ്റിലേക്ക് മാറ്റാൻ പോവാണ്. ഇതൊരു ടേബിൾ ഫോർമാറ്റ് ആയിട്ടുണ്ട്. ഇനി ഓരോരുത്തരുടെ മാർക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെ ഇത് ടോട്ടൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ തന്നെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കിരൺ എന്ന് പറയുന്ന സ്റ്റുഡന്റിന്റെ ഓരോ ടെസ്റ്റിൽ വരുന്ന മാർക്കുകളാണ് ഇത് ആഡ് ആയി വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിൽ എങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ടോട്ടൽ ആയി എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. കുറെ നമ്പറുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ഈ എടുക്കുന്നത്. ഇനി നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ 2 എന്നുള്ളൊരു നമ്പർ ഇവിടെ കാണാം. അതിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ അതിൽ കണ്ടോ, നെയിം ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ടെസ്റ്റ് 1, ടെസ്റ്റ് 2, ടെസ്റ്റ് 3, അതായത് കിരണ്ടതാണ് ഈ മുകളിൽ കാണിക്കുന്നത്. ഓരോ ടെസ്റ്റിന് വരുന്ന മാർക്കുകൾ അതിന്റെ ടോട്ടൽ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഓരോ സ്റ്റുഡന്റിന്റെയും ഇവിടെ നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. ഇനി ഒന്നിന് വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ ഷീറ്റിലേക്ക് തന്നെ വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എക്സലില് കൺസോളിഡേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ടോട്ടൽ അല്ല കാണേണ്ടത്, ആവറേജ് മാർക്കാണ് കാണേണ്ടതെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ മാറ്റി കൊടുത്ത് അത് ആവറേജ് ആക്കാം, മാക്സിമം ആക്കാം, മിനിമം ആക്കാം. അതുപോലെ തന്നെ കൗണ്ട് ആണ് വേണ്ടത് വെച്ചാൽ കൗണ്ട് ആക്കാം. അപ്പൊ എത്ര എളുപ്പത്തിൽ നമുക്ക് ടോട്ടൽ കാണാൻ പറ്റുന്നതാണ്. വെറുതെ നമ്മൾ സം ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഓരോ ഷീറ്റിൽ വന്നിട്ട് പോയിട്ട്
കൊടുക്കേ അല്ലെങ്കിൽ ഈക്വൽ പ്ലസ് കൊടുത്തിട്ട് നമുക്ക് ഓരോ മാർക്കുകൾ ടോട്ടൽ ഒന്നും വേണ്ട, കൺസോളിഡേഷൻ കൊടുത്താൽ മതി. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ എക്സലിലെ മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.